ആര് പറഞ്ഞിട്ടായാലും ഇവിടെ തന്നെ എത്തിയത് നന്നായി. എന്റെ 16 വർഷത്തെ ഇവിടുത്തെ ജോലിക്കിടയിൽ ഒരു 100ഓളം പേരെ ഇതുപോലെ കൊണ്ടുവന്നത് ഞാൻ 2 കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാ. തണ്ടല്ലൊടിഞ്ഞു കൊണ്ടുവന്നവരെ നടത്തി പാട്ടും പാടി കൊണ്ടുപോകുന്നതും കണ്ടിട്ടുണ്ട്. അഷ്ടവൈദ്യന്മാരില് പാരമ്പര്യത്തില് ഇന്നത്തെ വൈദ്യവിശാരദനാ സാക്ഷാൽ ഉണ്ണി വൈദ്യര്. നമസ്കാരം. നമസ്കാരം. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് ഭാസി. മനസ്സിലായി. പക്ഷെ 1.5 മണിക്കൂർ വൈകിയല്ലോ താൻ. അയ്യോ, അത് ട്രാഫിക്. പിങ്കള സുഷുമ്ന ഉള്ളതിൽ പാതിയെന്ന് തന്നെ പറയാം. പിന്നെ ഈട. വന്നോളൂ, നോക്കട്ടെ. ആശാനെ, ഭാര്യയല്ലേ? എല്ലാരും ഒന്ന് പുറത്തേക്ക് വയ്ക്കൂ. ഞാനൊന്ന് പരിശോധിക്കട്ടെ. എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യൂ. നിങ്ങളൊന്ന് പുറത്തിറങ്ങി നിൽക്കണം. ചേച്ചി വാ. രോഹിണി ഒന്നുകൊണ്ടും പേടിക്കണ്ട. വിനയേന്ദ്രനെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കൈകളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം കാശിന് കുറച്ച് ആർത്തി ഉണ്ടെങ്കിലും വൈദ്യരുടെ കൈപുണ്യം അച്ചിട്ടാ. ദൈവമേ, ഇനി എവിടെ പോയി കണ്ടെത്തും?
വേണ്ട നേരത്തെ നിന്റെ കൈയും കാലും വേറെ ഏതോ ലോകത്താ. ചേച്ചി എന്തിനാ വിഷമിക്കുന്നേ? ഏത് വഴിയാണെന്ന് എനിക്ക് രൂപമുണ്ട്. ആരാ? ചേട്ടത്തിയാ. ആ എടുക്ക് ചേച്ചി. ചേട്ടത്തി വെറുതെ വിളിക്കാറില്ലല്ലോ. എന്തായി? അവളെ കണ്ടോ? ഇല്ല ചേച്ചി, വേറൊരു പ്രശ്നമുണ്ട്, വന്നിട്ട് പറയാം. ചേച്ചി, വിസ്മയ. അപ്പൊ അവള് പുറത്തിറങ്ങുന്നുണ്ട്. നീ തിരികെ ശിവാ വണ്ടി. നീ വേഗം വിടിശിവാ. ഇതുവഴി ഇതുവഴി. ചേച്ചി, അവൾ ഉടക്കെ തന്നെ ഉണ്ട്. ഒന്ന് ശ്രമിച്ചാ എപ്പോഴും നമ്മുടെ കയ്യിലാ. പക്ഷെ വിനയൻ അങ്ങനെയല്ല. ആ വൈദ്യർ അവർക്ക് വാക്ക് കൊടുക്കും മുമ്പ് നമുക്ക് അവിടെ എത്തണം. ഇപ്പൊ നമ്മുടെ ലക്ഷ്യം അതാ. എങ്കിൽ നീ വണ്ടി തിരികെ. നെറുകയിൽ രാസ്നാദി തൈലം, കാൽവെള്ളയിൽ ഗ്രാമ്പു എണ്ണ ചേർത്ത് ചൂട് പിടിപ്പിക്കണം. ആ ശരി. വരൂ. നിങ്ങൾ ചെല്ല്, ഞാൻ അകത്ത് കാണും. നാഴികൾ 3. ഇട, പിങ്കള, സുഷുമ്ന മൂന്നിനും കാര്യമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ചലനത്തിന് വേണ്ട 41 നാഴികൾ ഇതിൻ്റെ ശാഖകളാണ്. ഒക്കെ ഉറങ്ങിക്കിടക്കുകയാണെന്ന് തന്നെ പറയാം. വൈദ്യര് പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിനയായിട്ട് എണീറ്റ് നടക്കണം, അതാ വേണ്ടത്. അതിനെന്ത് ചെയ്യാൻ പറ്റുമോ അത് വൈദ്യര് ചെയ്യണം. അതൊക്കെ അറിയാം. എന്നാലും രോഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പറയാതായല്ലോ. ഏതവസ്ഥയിൽ വന്നാലും എഴുന്നേറ്റ് നടത്തും ഉണ്ണിവൈദ്യര് എന്നാണ് എല്ലാവരും പറയാറ്. ഞങ്ങൾക്കത് മാത്രമേ അറിയൂ. അത് തന്നെ ഞങ്ങളുടെ വിനയേട്ടൻ്റെ കാര്യത്തിൽ ഉണ്ടാവണം. അതിനുവേണ്ടി എന്തൊക്കെ ചികിത്സ വേണോ അതൊക്കെ ചെയ്യാം. ഒക്കെ ശരി തന്നെ. വൈദ്യരെന്ത് ചെയ്യുന്നുവെന്ന് ആവശ്യം വേണ്ടതൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? എന്റെ നിഗമനവും ചികിത്സയും ഇതുവരെ പഴച്ചിട്ടില്ല. ധന്വന്തിരി കടാക്ഷം എപ്പോഴും എന്നോടൊപ്പം ഉണ്ട്. 7 ദിവസം അസ്ഥി, വസ്തി, ധാര, ഉഴിച്ചില് ഒക്കെ വേണ്ടിവരും. ശേഷം നല്ലിരിക്കൽ 14 ദിവസം. പഥ്യം ഉറപ്പായും വേണം. നാഡീഞരമ്പുകൾക്ക് ക്ഷതമാണോ പിണച്ചിലാണോ എന്നനുസരിച്ച് മാറ്റം ഉറപ്പായി ഉണ്ടാവും. ഒക്കെ എന്താന്ന് വെച്ചാ വൈദ്യര് പറയുന്ന പോലെ ചെയ്യാം. നല്ല ചെലവ് വരും. അതിനനുസരിച്ച് എണീറ്റ് നടക്കുകയും ചെയ്യും. പിന്നെ ഇപ്പോ ഓർമ്മയോ തിരിച്ചറിവോ ഇല്ല. ശിരോവസ്ഥയിൽ ഓർമ്മ ഉണരുമെന്നാണ് വ്യവസ്ഥ. ചെലവ് എത്രയായാലും വേണ്ടില്ല, ഒക്കെ മാറി എണീറ്റ് വന്നാ മതി. എന്നാൽ പണം അടച്ചു വയ്ക്കോളൂ.
ഇവിടെ ആരും വേണ്ട, കൈക്കാരുണ്ടേ. അല്ല, ഞാനിവിടെ കൂട്ടി നിൽക്കാം. എന്തിന്? തനിക്ക് ഉഴിച്ചിലോ പിഴിച്ചിലോ വശമുണ്ടോ? ഇല്ല. പിന്നെന്തിനാ? കാവലിന് ഇവിടെ ആളുണ്ട്. ധൈര്യമായി വെക്കോളൂ. പണം ദേ ഇടതുവശത്ത് ഓഫീസിൽ അടച്ചാൽ മതി. ഏട്ടത്തി ധൈര്യമായിട്ട് നടന്നോ, ഞാൻ ദിവസം വന്ന് കാര്യങ്ങൾ തിരക്കിക്കോളാം. പോരെ? വാ. ശരി. ഒരു ആക്സിഡന്റ്. ഒരു പെൺകുട്ടിയാണല്ലോ. എന്തെങ്കിലും പറ്റിയോ മോളെ? ആശുപത്രി പോണോ? എന്തെങ്കിലും പറ്റിയോ? എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നേ? ഒരു വണ്ടി കൈ കിട്ടിയാ പിന്നെ റോട്ടിൽ വേറെ ആരും വേണ്ടല്ലോ. അയാളെ പറയണ്ട, തെറ്റെന്റേതാ. ഞാൻ തിരക്കിട്ട റോഡ് ക്രോസ് ചെയ്തപ്പോ ഈ കാറ് കണ്ടില്ല. സാറ് പൊയ്ക്കോ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. അല്ല, വീഴ്ചയിൽ എന്തെങ്കിലും ഡോക്ടറെ കാണണോ? ഏയ്, ഒന്നും വേണ്ട. സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിലേ എന്നെ ഒന്ന് കോളേജിൽ വിടാൻ പറ്റുമോ? അർജന്റാ. അതിനെന്താ, കേറിക്കോളൂ പ്ലീസ്. ബെൽറ്റ് നമ്മൾ എവിടെയോ മുൻപ് കണ്ടിട്ടുള്ളത് പോലെ. സോറി, എനിക്ക് ഓർമ്മയില്ല. എന്തുപറ്റി? താൻ ആകെ ടെൻഷനിലാണല്ലോ. എക്സാം ഹാൾ ടിക്കറ്റ് ഇന്ന് ലാസ്റ്റ് ഡേറ്റാ. ഒരല്പം വൈകി. അത്രേ ഉള്ളോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, ഏതാ കോളേജ്? മെഡിക്കൽ മിഷൻ. ആഹാ, ഓ, മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണോ? അപ്പോൾ ഒരു ഭാവി ഡോക്ടറാണ് എൻ്റെ കാറിന് മുന്നിൽ ചാടിയതല്ലേ? സോറി, ഞാൻ തിരക്കിട്ട് ക്രോസ് ചെയ്തപ്പോ. ഹേയ്, സാരമില്ലടോ, ആർക്കും ഒന്നും പറ്റില്ലല്ലോ. മാത്രമല്ല, എനിക്കൊരു ഭാവി ഡോക്ടറെ പരിചയപ്പെടാനും കഴിഞ്ഞു. താനൊന്ന് റിലാക്സ് ചെയ്യ്, ഞാൻ പെട്ടെന്ന് അവിടെ എത്തിച്ചോളാം. ഫൈനൽ എക്സാം ആണോ? അതെ. അവരകത്ത് കാണും, പോയിട്ട് നമുക്ക് കയറാം.
ഇവിടെ ഇനി നിൽക്കുന്നത് വൈദ്യർക്ക് ഇഷ്ടാവില്ല. പൊയ്ക്കോളൂ. ഇവിടെ ഇനി ഓരോ മരുന്നും ഉഴിച്ചിലും ധാരയും തുടങ്ങും. ഞങ്ങൾ ഇവിടെ അത് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. വൈദ്യരൊക്കെ പറഞ്ഞല്ലോ, നല്ല മനസ്സോടെ ആയുർവേദമൂർത്തി ധന്വന്തിരിയെ പ്രാർത്ഥിച്ചാൽ മതി. അവര് പറഞ്ഞതാ ശരി. ഇനി ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. ഒക്കെ അവർക്കേ ചെയ്യാൻ പറ്റൂ. വിസ്മയ്ക്ക് ഇതറിഞ്ഞ എത്ര സന്തോഷാവെന്നറിയോ? അവള് പഠിക്കട്ടെ. മല്ലിയോട് പറഞ്ഞാ അവളെ അറിയിച്ചോളും. ഒരു മിനിറ്റ്. എന്താ കുട്ടി? ഇത് വിനയചന്ദ്രനുള്ളതാണേ. ശരി. ചേടാ, ഒരു താങ്ക്സ് പോലും പറയാൻ മര്യാദ കാണിക്കാത്ത ഇവരൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നേ? ഇക്കാലത്ത് ഫോൺ ഓഫാക്കി വെക്കുന്ന പിള്ളാരോ, പിന്നെ ഇതെന്തിനാ കൊണ്ടു നടക്കുന്ന പേപ്പർ വെയിറ്റിനോ? ഒരു മിനിറ്റ്. നിങ്ങൾ എവിടുന്നാ? ഒരു മിസ്റ്റർ വിനയചന്ദ്രനെ കുറച്ചു മുമ്പ് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നോ? ഞങ്ങളുടെ റിലേറ്റീവാ, ഒന്ന് കാണാൻ വന്നതാ. കുറച്ചു മുമ്പ് അഡ്മിറ്റ് ചെയ്തതാണോ? അതെ, ഒരു ടോട്ടലി പാരലൈസ്ഡ് ആയ ഒരു കേസ്. ആ, വരൂ. അതാ എന്താ? ഞങ്ങൾ ആ വിനയചന്ദ്രന്റെ കാര്യം അന്വേഷിച്ചു വന്നതാ. അതിന് ബന്ധുക്കളാരും അന്വേഷിച്ചു വരണ്ടെന്ന് ഞാൻ അയാളുടെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ അവരുടെ ബന്ധുക്കളല്ല, ശത്രുക്കളാണ്. കാര്യങ്ങൾ തുറന്നു പറയാം. അയാൾ ചില പ്രത്യേക കാരണങ്ങളാൽ ഞങ്ങളുടെ ശത്രുവാണിപ്പോ. ഞാനുമായി നടന്നൊരു കശപിശയ്ക്കിടയിൽ പാലത്തിൽ നിന്ന് ആറ്റിലെ പാറക്കെട്ടിലേക്ക് വീണ അവൻ ഈ ഗതിയിലായത്. ഇവിടുത്തെ ചികിത്സ കൊണ്ട് അവന് ഭേദം ഉണ്ടാവരുത്, മറിച്ച് കൂടുതൽ മോശമാവാനേ പാടുള്ളൂ.
വൈദ്യർ ചോദിക്കുന്ന കാശ് ഞങ്ങൾ തരും, ലക്ഷങ്ങൾ. എന്തു പറയുന്നു? ഇതൊരു പാരമ്പര്യ വൈദ്യസ്ഥാപനമാണ്. 400 വർഷത്തോളം പാരമ്പര്യമുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ആദ്യം ഇവിടെ നടക്കില്ല. വൈദ്യരങ്ങനെ ഒറ്റയടിക്കൊന്നും ഉത്തരം പറയണ്ട. ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വൈദ്യർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതാണ് ഈ തടസ്സം പറച്ചില്. നമ്മുടെ ഈ കാണലും സംസാരവും ഒന്നും മറ്റാരും അറിയില്ല. വൈദ്യര് ചെറുതായിട്ടൊന്ന് സഹായിച്ചാൽ മതി. ഒരു കാര്യം ചെയ്യണമെന്ന് കരുതിയ എത്ര ലക്ഷങ്ങൾ മുടക്കിയാലും ഞങ്ങളത് ചെയ്തിരിക്കും. വൈദ്യർ ഒന്നുകൂടി ചിന്തിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി.